സോ ഇന്നത്തെ വീഡിയോ എനിക്ക് ഈയിടെ കിട്ടിയ ഒരു 2021 പ്ലാനറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇൻസ്റ്റാഗ്രാമിൽ ഫാക്ടർ നോട്ട്സ് പറഞ്ഞ ഒരു പേജാണ് എനിക്ക് ഈ പ്ലാനർ സെൻഡ് ചെയ്ത് തന്നത്. സോ നമുക്കിതിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കാം. ഇതിൻ്റെ കവറിംഗ് എന്ന് പറയുന്നത് ഹാർഡ് ബൗണ്ട് കവറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു മാറ്റ് ഫിനിഷാണ്. ഇവർ കവറിങ്ങിൽ പല ഡിസൈൻസ് വരുന്നുണ്ടെങ്കിലും ആസ് എ ക്രാഫ്റ്റ് എനിക്ക് ഈ പെൻസിൽസും സിസേഴ്സ് ബ്രഷസും പെന്നൊക്കെ വന്നിട്ടുള്ള ഈ ഡിസൈനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഞാനിത് ചൂസ് ചെയ്തത്. അവരുടെ വെബ്സൈറ്റിൽ നോക്കുകയാണെങ്കിൽ കൂടുതൽ വെറൈറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് അതിന് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഡേറ്റഡ് പ്ലാനേഴ്സ് മാത്രമല്ല, പല വെറൈറ്റീസ് ഓഫ് പ്ലാനേഴ്സ് ഉണ്ട്. ആൻഡ് ഇതാണ് ഈ പ്ലാനറിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം. ആൻഡ് ദിസ് ഈസ് ദെയർ ലോഗോ. സോ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ പേര് എഴുതാനും അതുപോലെ നമ്മളുടെ തംബ്നെയിൽ എന്ന് പറഞ്ഞിട്ടൊരു പോർഷനും കൂടെ അവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ടോപ്പ് 5 ഗോൾസ് ഫോർ ദിസ് ഇയർ എഴുതാനുള്ളൊരു സ്പേസാണ് വരുന്നത്. ദെൻ മൈ വിഷൻ ബോർഡ് ആൻഡ് മൈൻഡ് മാപ്പ് എന്നൊരു സ്പേസ് ഉണ്ട്. ആൻഡ് മൈ ഫേവറേറ്റ് കോഡ്സ് എന്ന് എഴുതാനുള്ള സ്പേസും ദെൻ ഡേയ്സ് ടു റിമെമ്പർ എന്ന് പറഞ്ഞ സ്പേസ്, ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എഴുതാനുള്ള സ്പേസാണത്. ലൈക്ക് ബർത്ത്ഡേയ്സ്, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും അവിടെ. ദെൻ വരുന്നത് മൈ ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞ സ്പേസാണ്. അവിടെ നമ്മളുടെ ഇംപ്രൂവ്മെൻറ്റ്സൊക്കെ എഴുതാനൊരു 4 കോളംസ് ഉണ്ട്. ദെൻ കമ്മിങ് ടു ലെറ്റർ ടു മൈ ഫ്യൂച്ചർ സെൽഫ് എന്ന് പറഞ്ഞിട്ടൊരു പേജാണ്. ഇത് നമുക്ക് ഇപ്പോൾ 2021 തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമുക്ക് നമ്മളുടെ ഫ്യൂച്ചറിലേക്ക് ഒരു ലെറ്റർ എഴുതാം. സോ റിട്ടേൺ വന്ന് നോക്കുമ്പോൾ നല്ല രസമായിരിക്കും അത് വായിക്കാൻ. പിന്നെ വരുന്നത് ഐ മീ മൈസെൽഫ് എന്ന് പറഞ്ഞൊരു 4 പേജസാണ് വരുന്നത്. അതിൽ കുറേ പ്രോംപ്റ്റ്സ് ഉണ്ട്. ലൈക്ക് തിങ്സ് ഐ ആം ഗുഡ് അറ്റ്, ഐ ക്യാൻ ലവ് മൈസെൽഫ് മോർ ദിസ് ഇയർ ബൈ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് നെക്സ്റ്റ് പേജിലും അത് തന്നെ കണ്ടിന്യൂഷനാണ്. മൈ മീൽ പ്ലാൻ എന്ന് പറഞ്ഞിട്ടൊരു പേജാണ്. അതിൽ ഓരോ കോളംസ് ഉണ്ട്. അതിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച്, സ്നാക്സ്, ഡിന്നർ എന്ന് പറഞ്ഞിട്ട് 4 മീൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡേയ്സും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ മൈ ഐഡിയൽ ഡേ ഇൻ 2021 എന്ന് പറഞ്ഞിട്ട് മോർണിംഗ് ആൻഡ് ഈവനിങ് നമുക്ക് പ്ലാൻ ചെയ്യാനുള്ളൊരു സ്പേസാണത്. മൈ ഐഡിയൽ വീക്ക് ഇൻ 2021 എന്ന് പറഞ്ഞിട്ടൊരു പേജാണ്. വീക്ക്ലി ബേസിസിൽ നമുക്ക് നമ്മളുടെ ഒരു ഡേ പ്ലാൻ ചെയ്യാനുള്ളൊരു സ്പേസാണത്. പിന്നെ 2021 കാലണ്ടർ വരുന്നുണ്ട്. നോട്ട് ചെയ്യാനുള്ള ഒരു പേജാണ്. ഇനി മുതലാണ് ഓരോ മന്ത്ലി ബേസിസ് സ്റ്റാർട്ട് ചെയ്യണത്. നല്ല കളർഫുള്ളായിട്ടാണ് ഓരോ മന്തിൻ്റെ സ്റ്റാർട്ടിങ്ങും അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി വരുന്ന പേജസ് എല്ലാം ഓരോ മന്തിലും കോമൺ ആയിട്ട് വരുന്നതാണ്. ഇമ്പോർട്ടൻസ് നോട്ട് ചെയ്യാനുള്ളൊരു സ്പേസാണ്. പിന്നെ വരുന്നത് ഒരു ബഡ്ജറ്റ് പ്ലാനിങ് പേജാണ് വരുന്നത്. അതിൽ നമ്മളുടെ ഇൻകം, പ്ലാൻഡ് ഇൻകം എത്ര, അങ്ങനെ കുറച്ച് കോളംസും ദെൻ ഷോപ്പിംഗ് ലിസ്റ്റും വേണ്ടിയിട്ടുള്ളൊരു പേജ്. പിന്നെ വരുന്നത് ഒരു ഡൂഡിൽ യുവർ ഫീലിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഡ്യൂഡിൽ ചെയ്യാം നമ്മളുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തിട്ട്. പിന്നെ ഓരോ ഡേയ്സിനും വേണ്ടിയിട്ട് ഓരോ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലവർ 3 ബുക്ക് മാർക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. റെഡ്, ബ്ലൂ ആൻഡ് വൈറ്റ് കളേഴ്സിലായിട്ട്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് പേജസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ബുക്ക് മാർക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വരുന്നത് ഓരോ ദിവസം ഇങ്ങനെ മെൻഷൻ ചെയ്യാനുള്ള സ്പേസും അതിന് പുറമെ മുകളിലൊരു മന്ത്ലി മോട്ടിവേഷണൽ കോട്ട് എഴുതാനുള്ള ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ഒരു ഹാബിറ്റ് ട്രാക്കർ കോളം ഉണ്ട്. അതുപോലെ തന്നെ ടോപ്പ് പ്രയോറിറ്റീസ് എഴുതാനൊരു കോളം ആൻഡ് തിങ്സ് ടു റിമെമ്പർ എഴുതാനുള്ളൊരു കോളം ഉണ്ട്. പിന്നെ അതേപോലെ നോട്ട്സ് എഴുതാനുള്ളൊരു കുറച്ച് കോളംസും ഉണ്ട്. പിന്നീടുള്ളൊക്കെ സെയിം കണ്ടിന്യൂസ് പേജസാണ് വരുന്നത്, സെയിം പാറ്റേണിൽ. ഇനിയുള്ള പേജസിലൊക്കെ മന്ത്ലി സ്റ്റാർട്ടിംഗ് പേജിൽ മാത്രം കളർഫുൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് തീംസ് കൊടുത്തിട്ടുണ്ടാവും. റിമൈനിങ് പേജസൊക്കെ സെയിം ആണ്. ബട്ട് ചില മന്തിൽ മാത്രം ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് അവർ കൊടുത്തിട്ടുണ്ടാവും. മാർച്ച് മന്തിൽ അങ്ങനെയുള്ളൊരു കണ്ടൻറ്റാണ് ഇത്. ഇങ്ങനത്തെ സ്പെഷ്യൽ കണ്ടൻറ്റ്സിൽ അവർ യൂസ് ചെയ്തിട്ടുള്ളത് പസിൽസും റിഡിൽസ് ആൻഡ് ബ്രെയിൻ ടീസേഴ്സ് പോലെ ഫൺ ഗെയിംസാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇങ്ങനത്തെ പ്ലാനേഴ്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് റിമൈൻഡ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. നമുക്ക് നമ്മുടെ ഹാബിറ്റ്സ്, ഗോൾസ്, വിഷൻ അതൊക്കെ ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ മാർക്ക് ചെയ്തിട്ടൊക്കെ നമുക്ക് എല്ലാം ട്രാക്ക് ചെയ്യാം. അതേപോലെ റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാം ആൻഡ് ഡെയിലി പ്ലാനിങ്സ് നടത്താം. ഇയർലി, മന്ത്ലി ആൻഡ് വീക്ക്ലി ഓവർവ്യൂസ് ഇതിലൂടെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. മന്ത്ലി ബഡ്ജറ്റ് പ്ലാനിങ് ആൻഡ് ഷോപ്പിംഗ് ലിസ്റ്റൊക്കെ നമുക്കിതിൽ ട്രാക്ക് ചെയ്യാം. പിന്നെ കുറേ പസിൽസും റിഡിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ മന്തിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ മന്തിലും സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്സാണ് ഈ റിഡിൽസൊക്കെ. ഫാക്ടർ നോട്ട്സിൻ്റെ തന്നെ പ്രിൻ്റഡ് അല്ലാത്ത നോർമൽ പ്ലാനേഴ്സ്
നോർമൽ ഡോട്ടഡ് ജേർണൽസ് ഓർ പ്ലെയിൻ ജേർണൽസ് ഒക്കെ അവൈലബിൾ ആണ്. ആമസോണിലും അവൈലബിൾ ആണ്, അവരുടെ പേജിലും അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ ലാസ്റ്റിൽ നമുക്ക് കൂടുതൽ മാർക്ക് ചെയ്യാനുള്ള കുറച്ച് പേജസ് വരുന്നുണ്ട്. റീഡിംഗ് ലിസ്റ്റുകൾ മാർക്ക് ചെയ്യാം, മൂവി വാച്ച് ലിസ്റ്റ്, റെസ്റ്റോറൻറ്റ് ഓർ ഫുഡ് ലിസ്റ്റ് ആൻഡ് സീരീസ് വാച്ച് ലിസ്റ്റ്, ട്രാവൽ ലിസ്റ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. ദെൻ മൈ പൊസിഷൻ മാപ്പ് എന്ന് പറഞ്ഞ തിങ്സ് ഐ ഓൺ, തിങ്സ് ഐ ലാൻഡ്, തിങ്സ് ഐ ബൊറോഡ് എന്ന് പറഞ്ഞ 3 കോളംസ്. ആൻഡ് മൈ വിഷ് ലിസ്റ്റ് ഫോർ 2021, ഐഡൻറ്റിറ്റി കാർഡ് ഓപ്ഷൻ, ആനുവൽ വെക്കേഷൻ പ്ലാൻ, വേർ ആർ വി ഗോയിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണത്. ഓൺ വെക്കേഷൻ എന്തൊക്കെ ആക്ടിവിറ്റിയാണ്, എവിടെ വെച്ചിട്ടാണ്, പിന്നെ അതിൻ്റെ എക്സ്പെൻസ് കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മാർക്ക് ചെയ്യാനുള്ള ഒരു പേജാണത്. ദെൻ മൈ വെക്കേഷൻ പാക്കിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്പേസ് വരുന്നുണ്ട്. പിന്നെയുള്ള പേജസിൽ കുറച്ച് കോമിക്സ് ആണ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരു ഇയർലി ബേസിസിൽ നമ്മളുടെ ലൈഫിൽ തന്നെ വരുന്ന രീതിയിലുള്ള കുറച്ച് ക്രേസി കോമിക്സ്, ഫണ്ണി കോമിക്സ് ഒക്കെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇനി ലാസ്റ്റ് 3 പേജസ് അവർ ഡോട്ടഡ് ബുള്ളറ്റ് ജേർണൽ പേജസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മൾ നല്ല ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും വരക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഡോട്ടഡ് ബുള്ളറ്റ് ജേർണൽ പേജസ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവരുടെ പ്ലാനറിൻ്റെ ഏറ്റവും മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് അവർ ഒരു പോക്കറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൽ കുറേ വെറൈറ്റീസ് ഓഫ് സ്റ്റിക്കേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ സ്റ്റിക്കേഴ്സ് നമുക്ക് പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ പ്ലാനറിൽ ഇമ്പോർട്ടൻറ്റ് സ്പേസിലൊക്കെ നമുക്കിത് സ്റ്റിക്ക് ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും.